എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. ചേർത്ത് പാടാം എല്ലാവരും. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നിത്യം സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓരോ നിമിഷവും ഞങ്ങളെ കനിഞ്ഞ് അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. കണ്ണുകൾ തുറന്ന് ഈശോയെ കാണുക. സർവശക്തനും പരിശുദ്ധനുമായ ദൈവം, സ്വർഗത്തിൽ ആയിരുന്നവൻ, ദൈവമായിരുന്നവൻ തന്നെ തന്നെ എളിമപ്പെടുത്തി ഒരപ്പത്തിൻ്റെ രൂപത്തിൽ വിശുദ്ധ കുർബാനയിൽ നമ്മുടെ മുൻപിൽ ആയിരിക്കുക. ഈശോയെ, ഇത്ര വലിയ സ്നേഹത്തോട് തുലനം ചെയ്യാൻ ഒന്നും എൻ്റെ ജീവിതത്തിലില്ല. അങ്ങേ കണ്ട് ആരാധിക്കുന്ന ഈ ചെറിയ സമയം ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷത്തിൻ്റെ, സൗഭാഗ്യത്തിൻ്റെ സമയം. അങ്ങേ ആരാധിക്കുമ്പോൾ കർത്താവ്, എൻ്റെ വേദനകളും എൻ്റെ ആകുലതകളും എല്ലാം ഞാൻ അങ്ങേക്ക് അർപ്പിക്കുകയാണ്. നാളിതുവരെ എന്നെ കൈപിടിച്ച് നടത്തിയതിന്, എന്നെ വഴി നടത്തിയതിന്, എന്നെ സ്നേഹിച്ചതിന് ഈശോയെ നന്ദി പറയാം. ഞാനിപ്പോൾ അങ്ങയുടെ മുൻപിൽ ആയിരിക്കുമ്പോൾ എൻ്റെ ഹൃദയം അങ്ങ് കാണണമേ. എൻ്റെ ചിന്തകളെ, എൻ്റെ ആകുലതകളെ, എൻ്റെ അസ്വസ്ഥതകളെ അങ്ങ് കാണണമേ. കർത്താവേ, അങ്ങ് മാത്രമാണ് ദൈവം, സർവശക്തനും പരിശുദ്ധനുമായ അങ്ങേ ഞാൻ ഈ ഇടത്ത് വെച്ച് അങ്ങേ ആരാധിക്കുക. യാക്കോബ് കണ്ടതുപോലെ ഇത് ദൈവത്തിൻ്റെ ഭവനമാണ്. ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല ബഥേൽ. കർത്താവേ, യാക്കോബിനുണ്ടായ ആ ബഥേൽ അനുഭവം, ഇവിടെ ദൈവം ഉണ്ട്, ഇത് ദൈവത്തിൻ്റെ ഭവനമാണ്. ആ തിരിച്ചറിവ് എനിക്ക് തരണേ. എൻ്റെ കുടുംബത്തിന് തരണമേ. എൻ്റെ ഭവനത്തിൻ്റെ 4 അതിരുകൾക്ക് തരണമേ. ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈ ആലയത്തിന്, ഇവിടെ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും തരണേ. ഇത് ദൈവത്തിൻ്റെ ഭവനമാണ്. യാക്കോബ് വീണ്ടും ദൈവവുമായി, ദൈവ സാന്നിധ്യവുമായി ഒരു മൽപ്പിടുത്തം, ഒരു എൻകൗണ്ടർ നടത്തുന്നുണ്ട്. അവിടെ വെച്ച് അവൻ ദൈവത്തിൻ്റെ മുഖം കാണും. യാക്കോബ് ആ സ്ഥലത്തിന് പേര് നൽകും പെനുവേൽ. എൻ്റെ ദൈവത്തെ ഞാൻ മുഖത്തോട് മുഖം കണ്ടു. ഈ ആരാധന, ഈ പ്രാർത്ഥനയുടെ ഈ ഏതാനും നിമിഷങ്ങൾ ദൈവത്തെ കാണുക, അവൻ്റെ മുഖം കാണുക. 2 കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചു. തമ്പുരാനെ, ഞാൻ ഇതുവരെ നോക്കിയത് എൻ്റെ വേദനകളിലേക്കും സങ്കടങ്ങളിലേക്കും അസ്വസ്ഥതകളിലേക്കുമാണ്. ഇപ്പോൾ ഞാൻ നിന്നെ നോക്കുകയാണ്. എൻ്റെ ജീവിത പങ്കാളിയിലേക്കോ മക്കളിലേക്കോ സ്വത്തുവകകളിലേക്കോ ഞാൻ നേടിയെടുത്ത ഒന്നിലേക്കുമല്ല, എൻ്റെ അനുഗ്രഹങ്ങളിലേക്കല്ല, ആ അനുഗ്രഹത്തിന് മുകളിൽ നിൽക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ മുഖത്തേക്കാണ് ഞാൻ നോക്കുന്നത്. കർത്താവേ, നിരന്തരം അങ്ങേ നോക്കാൻ, സന്തോഷത്തിലും സന്താപത്തിലും അങ്ങേ നോക്കാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. ഇടതുകരം ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം, വലതുകരം ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. നമ്മളായിരിക്കുന്ന ഈ സമയത്തെ ഈശോയ്ക്ക് കൊടുക്കുക. ഒപ്പം തന്നെ ഈ നീട്ടിപ്പിടിച്ച കരങ്ങളിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും, എല്ലാ നിയോഗങ്ങളും കൊടുത്തേക്കുക. നമ്മുടെ ജീവിതാവശ്യങ്ങളൊക്കെ ചോദിക്കുന്നതിന് മുമ്പേ അറിയാവുന്ന കർത്താവാണ്. നമ്മൾ കടന്നു പോകുന്ന എല്ലാ അവസ്ഥയും ഈശോയ്ക്ക് അറിയാം. നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ, ആത്മീയ ആവശ്യങ്ങളെല്ലാം ഈശോയ്ക്ക് അറിയാം. എന്നാൽ തമ്പുരാൻ നമ്മുടെ ഭൗതിക മേഖലയെ
ആത്മീയ മേഖലയൊക്കെ അനുഗ്രഹിക്കുമ്പോൾ തമ്പുരാൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, എന്നെ തിരിച്ചറിയുക, ഈശോയെന്ന് മനസ്സിലാക്കുക, സത്യമായ അവൻ ദൈവമാണെന്നും ഇവനല്ലാതെ മറ്റാരും എനിക്ക് ആശ്രയിക്കാനില്ലെന്നും തിരിച്ചറിയുക, അത് ഏറ്റുപറയുക. തമ്പുരാൻ്റെ നേരെ കരം നീട്ടിപ്പിടിച്ച് നമ്മളത് പ്രഖ്യാപിക്കുകയാണ്. ഈശോയെ, അങ്ങ് മാത്രമാണ് ദൈവം, എനിക്ക് ആശ്രയം വയ്ക്കാൻ അങ്ങല്ലാതെ മറ്റാരുമില്ല. എൻ്റെ ജീവനും എൻ്റെ സർവസ്വവും എൻ്റെ കോട്ടയും എൻ്റെ പരിചയവും എൻ്റെ ജീവിതത്തിന് മുന്നോട്ട് നയിക്കുന്ന വെളിച്ചവും നീ മാത്രമാണ് കർത്താവേ. മറ്റാരിലേക്ക് ഞാൻ നോക്കുന്നില്ല, ലോകത്തിലേക്ക് നോക്കുന്നില്ല, ആശ്രയങ്ങളിലേക്ക് നോക്കുന്നില്ല. എനിക്ക് ഈശോ ഉണ്ട്, ഈശോ ഉണ്ട്, ഈശോ മാത്രം മതി. ആ ദൈവത്തെ ആണ് ഞാൻ ആരാധിക്കുന്നത്, മുറുകെ പിടിക്കുന്നത്. തമ്പുരാൻ്റെ അനുഗ്രഹം ഈ സമയം നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക് നിറയുകയാണ്. നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക്, നീ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് നിറയുകയാണ്. മുന്നോട്ട് പ്രാർത്ഥിക്കാൻ, ധ്യാനിക്കാൻ, ജീവിക്കാൻ ഈശോ ശക്തിപ്പെടുത്തട്ടെ. യാക്കോബ് നടത്തിയ ഒരു മൽപ്പിടുത്തം, ദൈവത്തെ മുറുകെ പിടിച്ച ആ സമയം, നിന്നെ ഞാൻ കൈവിടില്ലെന്ന് യാക്കോബ് പ്രഖ്യാപിച്ച സമയം, ആ സമയം മുതൽ കർത്താവ് അവനെ അനുഗ്രഹിച്ചു. അവൻ്റെ ജീവിതം മാറി, എല്ലാം ദൈവികമായിട്ട് കാണാൻ യാക്കോബിന് സാധിച്ചു. കരം ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുക, അവൻ്റെ ആശീർവാദം സ്വീകരിക്കുക, സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം നമ്മൾ ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനുമെൻ്റെ സർവസവും മുൻപിലണച്ച് കുമ്പിടുന്നു യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു.